നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് എന്താണ് വില എന്നല്ല വിള എന്ന് ചോദിച്ച് ഉറക്കെ സംസാരിച്ച ജെയ്സി തോമസ് എന്ന CPM നേതാവ് എന്റെ അയൽവാസി കൂടിയാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു നിമിഷം ഓർക്കണം. കാരണം ഗൗതം അദാനി ഗ്രൂപ്പ് കേരളത്തിൽ നടത്തുന്ന അടുത്ത ഘട്ട നിക്ഷേപങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവ് വാചാലനായി. പി രാജീവ് ഉൾപ്പെടെ നിരവധി ഇടതുപക്ഷ CPM നേതാക്കൾ അദാനി ഗ്രൂപ്പ് 2015 അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതി അതിന്റെ തുടക്ക കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ 6000 കോടിയിലധികം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണ്, തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഒന്നാം പേജിൽ അച്ച് നിരത്തിയത് ദേശാഭിമാനിയാണ്. അതിനുശേഷം എത്രയോ സമരങ്ങൾ. ഇപ്പോൾ അവരുടെ സർക്കാർ ഇത് നടപ്പിലാക്കിയപ്പോൾ ഇത് പിണറായി സർക്കാരിന്റെ വലിയ പദ്ധതിയായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ വികസന പദ്ധതിയായിട്ട് ഇതിനെ ചൂണ്ടിക്കാട്ടിയതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അദാനി ഗ്രൂപ്പ് കേരളത്തിലേക്ക് വീണ്ടും എത്തുന്നു. നിരവധി നിക്ഷേപങ്ങൾ, വാൾമാർട്ടും ഫ്ലിപ്കാർട്ടും അടക്കം കൊച്ചിയിൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളുടെ തുടക്കം കുറിക്കുന്നു. ഏതാണ്ട് 5000 കോടി രൂപയിലധികം ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ നിക്ഷേപിക്കും. നിരവധി പേർക്ക് തൊഴിൽ സാധ്യതകൾ. ഒപ്പം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 10000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം അദ്ദേഹം നടത്താൻ പോകുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനെ ഹൃദയം നിറച്ച് സ്വാഗതം ചെയ്താണ് ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവും അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ ഇതിനു മുൻപെങ്ങും കണ്ടിട്ടില്ല. ഒരു രാജ്യത്തിന്റെ, ഒരു മേഖലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിക്ഷേപങ്ങൾ കടന്നു വരേണ്ടത് അത് സ്വകാര്യ മേഖലയിലായാലും പൊതുഭരണ മേഖലയിലായാലും ഒക്കെ തന്നെ കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ വിവിധ പദ്ധതികളിലൂടെ, വിദേശ നിക്ഷേപങ്ങൾ അടക്കം നമ്മുടെ രാജ്യത്തേക്ക് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് 2014 ശേഷം. അതുവരെ അങ്ങോട്ടായിരുന്നു എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു നിക്ഷേപങ്ങൾ. നിരവധി പദ്ധതികൾ, അതായത് രാജ്യത്തിന്റെ വ്യാവസായിക സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പുതിയ അത്യാധുനിക സംവിധാന മേഖലയിൽ വരെ നിക്ഷേപങ്ങൾ കടന്നു വരുന്നു എന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിന് ഉതകുന്ന കാര്യമാണ്. അപ്പോഴാണ് കേരളത്തിൽ നിക്ഷേപങ്ങൾ കടന്നു വരുന്നു, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ട് ഇവിടെ എന്നൊക്കെ വെറുതെ പറയാം എന്നുള്ളതല്ലാതെ കാര്യമായ നിക്ഷേപ സാധ്യതകൾ കേരളത്തിലില്ല. കാരണം ഒരു പ്രവാസി വ്യവസായി വന്ന് ഒരു സംരംഭം തുടങ്ങാൻ ചെറിയ തോതിൽ ഒരു 10 കോടി രൂപയുടെ അല്ലെങ്കിൽ 5 കോടി രൂപയുടെ നിക്ഷേപം അല്ലെങ്കിൽ ഒരു പദ്ധതി തുടങ്ങാൻ ആവിഷ്കരിച്ചാൽ തന്നെ CITUക്കാരും AITC-ക്കാരും ഒക്കെ ഇടപെട്ടത് തകർക്കും. അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിച്ച് വീണ്ടും വിദേശത്ത് പോകേണ്ടി വരും. ഈ ഒരു അവസരത്തിൽ കേരളം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് ഗൗതം അദാനി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഈ പുതിയ നിക്ഷേപ സാധ്യതകളുമായി കടന്നു വരുന്നത്. ഇപ്പോൾ ഗൗതം അദാനി എന്ന് പറയുന്നതിനെ അത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനെയും ഒക്കെ പോക്കിക്കൊണ്ട് അദ്ദേഹം വളരെ നിക്ഷേപ സാധ്യതകൾ ഉള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ വലിയ നിക്ഷേപങ്ങൾ കേരളത്തിൽ നിക്ഷേപിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി അടിക്കുകയാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോഴൊക്കെ ഇവിടെ ചില സൈബർ ഗ്രൂപ്പുകൾ, CPM സൈബർ ഗ്രൂപ്പുകളൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളിലൊക്കെ കണ്ടതാണ്. പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ CPM നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിക്ഷേപ സാധ്യതയുണ്ട്, കേരളത്തിൽ വന്ന് നിക്ഷേപിച്ചാൽ അദ്ദേഹം മഹാനാവുകയും അല്ലെങ്കിൽ അദ്ദേഹം മോശക്കാരനാവുകയും ചെയ്യുന്ന ഒരുതരം രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഇവിടെ ഇടതുപക്ഷ നേതാക്കളും ഭരണാധികാരികളും കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിക്ഷേപങ്ങൾ വരട്ടെ. ഗൗതം അദാനി എന്നല്ല ആരും. നേരത്തെ നിസാൻ, ജപ്പാൻ വാഹന നിർമ്മാതാക്കളായ നിസാൻ കേരളത്തിൽ ഒരു പ്ലാന്റ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. പക്ഷേ ഇവിടുത്തെ സാധ്യതകളും അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്ന് കണക്കാക്കി അവരത് ചെന്നൈയിലേക്ക് മാറ്റി. തമിഴ്നാടിനായി അതിന്റെ ഗുണമൊക്കെ തന്നെ. തമിഴ്നാട്ടിലേക്ക് നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഒക്കെ മച്ചാൻ കൂട്ടുകാരാണ്. പക്ഷേ തമിഴ്നാട് അവരുടെ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ അവർ പ്രവർത്തിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെ സമരം ചെയ്യാം, എങ്ങനെ ഒരു സ്ഥാപനം പൂട്ടിക്കാം, എങ്ങനെ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഇല്ലാതാക്കാം. ഇപ്പോൾ അദാനിയുടെ അടുത്ത് കളിയും നടക്കില്ല. പക്ഷേ സാധാരണക്കാരനായ ഒരു നിക്ഷേപകനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ സഖാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി ഗൗതം അദാനി എത്തുകയാണ്. ഇനിയും അദ്ദേഹം വരും. അദ്ദേഹത്തെ പോലുള്ള വലിയ വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരട്ടെ, ഇവിടെ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകട്ടെ.
ഇതൊന്നും പിണറായി സർക്കാരിന്റെ നേട്ടമല്ല. കേരളം എന്നത് നിക്ഷേപ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ടും ഈ പിണറായി സർക്കാരിന്റെ കാലം മുതലാണ് നിക്ഷേപ സാധ്യത ഇല്ലാത്ത ഒരു മേഖലയായി കേരളം അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നിക്ഷേപങ്ങളുടെ ആ ഒരു എണ്ണം കുറഞ്ഞത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് വരട്ടെ, ധാരാളം കോടികൾ നിക്ഷേപിക്കട്ടെ, സംസ്ഥാനത്തിന് വലിയ വികസനത്തിന്റെ നേട്ടങ്ങളും തൊഴിൽ സാധ്യതകളും ഒക്കെ ഉണ്ടാകട്ടെ. ഇനി വിമാനത്താവളത്തിന് എന്താണ് വില എന്ന് ചോദിച്ചുകൊണ്ട് ആരും ഉറക്കെ പ്രസംഗിക്കാതിരുന്നാൽ മാത്രം മതി. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.